എല്ലാവർക്കും നമസ്കാരം. അമ്മ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂർ ജില്ലയിലുള്ള കടന്നപ്പള്ളി കിഴക്കേക്കരയിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് ഇന്ന് കർക്കിടക കളിയാട്ടം ആരംഭിക്കുക. സാധാരണയായിട്ട് നമുക്കറിയാം കർക്കിടക മാസത്തിൽ തെയ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ ചില അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ആടിവേടൻ, അതുപോലെ തന്നെ ഓണത്താറ്, മാരിത്തെയ്യം പോലെയുള്ള അത്യപൂർവം തെയ്യങ്ങൾ നമ്മുടെ കർക്കിടക മാസത്തിലെ ആദിയും വ്യാധിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിയാടാറുണ്ട്. അപ്പോൾ നമുക്ക് തൊണ്ടച്ചൻ ദേവസ്ഥാനത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമുക്ക് ഗുരുദൈവം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും മഹാവിഷ്ണുവിൻ്റെ അവതാര കഥയാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് ഈ തെയ്യം ആദ്യമായി കെട്ടിയാടിയത്. കാസർഗോഡ് ജില്ലയിൽ ഇതിനെ പരദേവത എന്നും വിളിക്കാറുണ്ട്. ഇതേ തെയ്യത്തിന് മറ്റൊരു രൂപം കൂടിയുണ്ട്. അത് മേലേരി എന്ന തീക്കുനയിൽ ചാടുന്ന തെയ്യമാണ്. ആ തെയ്യം കെട്ടിയാടൽ ഒറ്റക്കോലം എന്നാണ് അറിയപ്പെടുന്നത്. കീർത്തി വളർത്തി നിന്ന സ്ഥലമാം വെള്ളാളത്തപ്പന്റെ അമരഭൂമിക്കകത്ത് അല്ലേ, ഞാനും എൻ്റെ ചങ്ങാതിയും ഉപനിരത്തിരിക്കുന്ന സ്ഥലക്കൂർ തന്നെയല്ലേ. അതായത് പ്രകാരം ഞങ്ങളെന്നിരിക്കുന്ന ദൈവാധീനങ്ങൾ നിറഞ്ഞു കണ്ടില്ലേ അല്ലേ. എങ്ങനെയാണ് ദേവകളും ദേവന്മാരും യക്ഷ ഇന്ദ്ര ഗന്ധർവന്മാരടക്കം ഭയന്നിരിക്കുന്നതായ നരസിംഹം എന്നിരിക്കുന്ന നരസിംഹ രൂപം അല്ലേ. ബ്രഹ്മണ്ണന്തര വീരവിരിഞ്ച വിശ്വനാഭ്യം സരോജ പ്രകാശരൂപനായിരിക്കുന്ന കമലോദ്ഭവം കൂടെ ഭജിക്കുന്ന ജ്ഞാന തൽപരൻ പരത്യക്ഷൻ പരമാർത്ഥം അറിയുന്നതായ പരമ്പര നിങ്ങളതായിരിക്കുന്ന കണ്ണിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം തന്നെയല്ലേ. ആയത് പ്രകാരം നാളെയും നീളെയും ബുദ്ധിമുട്ടിലിട്ട് കളയായിട്ട് തക്കവണ്ണം അത് രക്ഷിച്ചാൽ പോരാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിരവധി കാവുകളിലും തറവാടുകളിലും കെട്ടിയാടുന്ന തെയ്യമാണ് വയനാട്ടുകുലവൻ. ചിലയിടങ്ങളിൽ ഇതിനെ തൊണ്ടച്ചൻ തെയ്യം എന്നും പറയാറുണ്ട്. പരമശിവനുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യമായി പറഞ്ഞു വരുന്നത്. നായാട്ട് അടക്കമുള്ള നിരവധി ചടങ്ങുകൾ വയനാട്ടുകുലവൻ തെയ്യങ്ങൾക്കുണ്ടാകാറുണ്ട്.
അന്ന് ശ്രീഹാളാകൂടെ മുൻപേതുമായി പണ്ടും മുമ്പേയും മലപ്പെരുമായിരിക്കുന്ന എന്റെ ഭൂതവേടത്താന്മാരെയും കൂട്ടി എന്റെ ശ്രീ മഹാദേവൻ തിരുവിടി നിലച്ചനെ കഴിക്കാൾവാനായി കൊണ്ട് കൈയെടുത്തു. ഗുണമുള്ളത് നിറയെ വേണ്ടല്ലോ അല്ലേ? കൊടുത്തത് പൂരണം ഒരു നേരത്തെ കെട്ടുന്തറ പോലും അതിനൊരു പരീക്ഷണം വെച്ചു. ഒരേ ഇത്ര ബലമുള്ള ദൈവമാണെങ്കിൽ ചെയ്യാൻ പാതി നേരം കൊണ്ട് അകത്തട്ടിൽ കുറിച്ചിത്തല വെച്ച് കാണിച്ചു തരണം. എവിടെന്നാ ഉച്ചയാൽ പാതി നേരം കൊണ്ട് സിദ്ധിക്കുക? ഒരേ പോയാൽ സിദ്ധിക്കലുണ്ടാ പോരണ്ട. കൊണ്ടയോടെ ചോടയാൻ അങ്ങനെയുള്ളതായിരിക്കുന്ന നാലിന്റെ മകമ്പടിമാരിൽ എന്നെ പോലെ താടിയും തലയും പഴുത്തിരിക്കുന്ന മുരിക്കഞ്ചേരിയ കമ്പടിനെ കൊണ്ട് ചെവിട്ടും കുണ്ടൽ മുടിവെപ്പിച്ചു പോരെ. പട്ടവഴിക്കുള്ള പാൻകിണറ്റിങ്ങൾ കൊണ്ടവർത്തു പോരെ. ഇനിയോ അങ്ങനെ ഊനമില്ലാത്ത പന്നിത്തലയും പുലിത്തോലും കൊണ്ട് ഏകരാജ്യം നാടുപാടം നുടിയവർക്ക് കണിക്കാൾ പൈതങ്ങളെ മറന്നു പോകണ്ട. പറക്കാതെ കണ്ട് മനസ്സിന് പ്രകാശം തന്ന് രക്ഷിക്കാം. ഒരു ദിവസം പുലർന്നാൽ ആദിത്യോദയം കാത്തു നിൽക്കുന്നതായിരിക്കുന്ന പുഷ്പങ്ങളെ പോലെ അസ്തമയ സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ഇടമകളെ പോലെ ഒരു ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് വെച്ചാൽ ആ കഴിഞ്ഞു പോകുന്ന കാലത്തുണ്ടായ സുഖവും ദുഃഖവും അറിയാൻ മറ്റൊരാളില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നിരിക്കുന്നതായ കഷ്ടപ്പാടെല്ലാം തരണം ചെയ്ത് ഇതിലെത്തിയില്ലേ? ഇനി എവിടെയെത്തുന്നു? ഇനി എന്താ നേടേണ്ടത്?